യുഎയിലെ റാസൽ ഖൈമ എമിറേറ്റിൽ ഇന്ന് രാവിലെ അതിശക്തമായിട്ടുള്ള മഴയും കൊടുങ്കാറ്റും ഒക്കെയാണ് ഉണ്ടായത്. കനത്ത മഴയിലും കാറ്റിലും ഒരു മരണവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വ്യാപകമായിട്ടുള്ള നാശവും എമിറേറ്റിൽ ഉടനീളം ഉണ്ടായിട്ടുള്ളതായിട്ടാണ് റിപ്പോർട്ടുകളെല്ലാം തന്നെ സൂചിപ്പിക്കുന്നത്. ഒരു മലയാളിയാണ് മരിച്ചത്. മഴയിൽ നിന്ന് രക്ഷ തേടി നിർമ്മാണത്തിലിരുന്ന കെട്ടിടത്തിൽ അഭയം തേടിയ മലപ്പുറം സ്വദേശിയാണ് മരണപ്പെട്ടത്. 27-കാരനായ കൊടിഞ്ഞി സ്വദേശി സൽമാൻ ഫാരിസ് ആണ് മരണമടഞ്ഞത്. റാസൽ ഖൈമയിൽ ഇസ്താംബൂൾ ഷവർമ ബ്രാഞ്ച് 1-ൽ സേവനം അനുഷ്ഠിച്ചു വരികയായിരുന്നു സൽമാൻ. വീശിയടിച്ച കാറ്റിൽ കെട്ടിടത്തിൽ നിന്ന് വീണ കല്ല് ദേഹത്ത് പതിച്ചതാണ് ദുരന്തത്തിൽ കലാശിച്ചതെന്നാണ് ലഭിക്കുന്ന വിവരം. മലപ്പുറം നന്നമ്പ്ര തലേക്കാട്ട് തൊടിക സുലൈമാൻ അസ്മാബി ദമ്പതികളുടെ മകനാണ് സൽമാൻ ഫാരിസ്. കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെയും അധികൃതരുടെയും ഒക്കെ അറിയിപ്പ് ശരിവയ്ക്കും വിധമാണ് റാസൽ ഖൈമയിൽ ഉടനീളം യുഎയിൽ പല എമിറേറ്റുകളിലും അതിശക്തമായ മഴയും കാര്യങ്ങളും ഒക്കെ ഉണ്ടായത്. എല്ലായിടത്തും മഴ പെയ്തു എന്നല്ല, ചിലയിടങ്ങളിൽ അതിശക്തമായ മഴ പെയ്യുന്നുണ്ട്. റാസൽ ഖൈമയിലെ കാര്യം പറയുമ്പോൾ ഇന്ന് പുലർച്ചെ 3 മണിയോടുകൂടിയാണ് അതിശക്തമായിട്ടുള്ള കാറ്റും ഇടിമിന്നലും ഒക്കെ ഉണ്ടായത്. താഴ്ന്ന പ്രദേശങ്ങളെല്ലാം വെള്ളത്തിനടിയിലാവുകയും മരങ്ങൾ കടപുഴകുകയും ചെയ്യുന്ന സാഹചര്യമാണ്. അപ്പം സോഷ്യൽ മീഡിയ സൈറ്റുകളിലൂടെ നിരവധി വീഡിയോകൾ ആളുകൾ എടുത്ത് പ്രചരിപ്പിക്കുന്നുണ്ട്. പല താമസ സ്ഥലങ്ങളിലും ഓഫീസ് കെട്ടിടങ്ങളിലും കാറ്റും മഴയും നാശം വിതയ്ക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. 18, 19 തീയതികളിൽ പ്രത്യേക ജാഗ്രത പുലർത്തണം, മോശം കാലാവസ്ഥയാണ് എന്ന് സൂചിപ്പിക്കുന്ന റിപ്പോർട്ടുകളും മുന്നറിയിപ്പുകളും ഒക്കെ വന്നിട്ടുണ്ട്. യുഎയിലെ ഹ്യൂമൻ റിസോഴ്സ് ആൻഡ് എമിറൈറ്റൈസേഷൻ മന്ത്രാലയം സ്വകാര്യ കമ്പനികളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഈ ഒരു ഘട്ടത്തിൽ തൊഴിലാളികളുടെ സുരക്ഷയ്ക്ക് നിങ്ങൾ പ്രാധാന്യം കൊടുക്കണമെന്നുള്ളതാണ്. അവർക്ക് ഒന്നുകിൽ റിമോട്ട് വർക്കിംഗ് ശൈലികൾ കൊടുക്കുന്ന രീതിയൊക്കെ മുമ്പുണ്ടായിരുന്നു. അപ്പൊ അത് വേണമെങ്കിൽ ചെയ്യാം. എന്തായാലും ഈ പുറംജോലികൾ എടുക്കുന്ന തൊഴിലാളികളുടെ സുരക്ഷ അതിന് പ്രാധാന്യം കൊടുക്കണം എന്നതടക്കമുള്ള അറിയിപ്പുകളാണ് ഹ്യൂമൻ റിസോഴ്സ് മന്ത്രാലയം നൽകിയിരിക്കുന്നത്. എന്തായാലും 2 ദിവസം യുഎയിൽ ജാഗ്രതയുടെ ഒരു സമയമാണ്. അതിനനുസരിച്ചിട്ടുള്ള എല്ലാവിധ മുൻകരുതലുകളും സ്വീകരിക്കുക. സൗദി അറേബ്യയിലെ ജദ്ദയിൽ നിന്ന് കരിപ്പൂർ വിമാനത്താവളത്തിലേക്ക് പോയ 160 യാത്രക്കാരുമായി പോയ എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം നെടുമ്പാശ്ശേരിയിൽ ഇന്ന് എമർജൻസി ലാൻഡിംഗ് നടത്തിയ ഒരു സാഹചര്യം ഒരുപാട് പ്രവാസികൾ ശ്രദ്ധിച്ചൊരു കാര്യമാണ്. ഇന്ന് എന്താണ് വിമാനത്തിന് സംഭവിച്ചത്? വലിയൊരു അപകടത്തിൽ നിന്നാണ് സത്യത്തിൽ ഇത്രയധികം യാത്രക്കാർ രക്ഷപ്പെട്ടത് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. ജദ്ദയിൽ നിന്ന് പറന്നു പൊങ്ങിയ ഉടൻ തന്നെ വിമാനത്തിന്റെ ടയറുകളുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ ഉണ്ടെന്ന് പൈലറ്റ് മനസ്സിലാക്കിയിരുന്നു എന്നാണ് നിലവിൽ കിട്ടുന്ന വിവരം. വലിയൊരു ശബ്ദം കേട്ടതായി വിമാനത്തിലെ യാത്രക്കാർ തന്നെ പറയുന്നുണ്ട്. പക്ഷെ കൂടുതലൊന്നും അവര് വിശദീകരിക്കാൻ തയ്യാറായില്ല. വിമാനത്തിന്റെ ടയറുകൾ എന്തിലോ ഇടിച്ചു എന്ന് യാത്രക്കാർക്ക് തോന്നി എന്ന് ചിലരൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ആ സമയത്ത് തന്നെ ടയറുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളുണ്ടെന്നും ലാൻഡിംഗ് ഗിയറിന് തകരാറുണ്ടെന്നും ഏറെക്കുറെ പൈലറ്റും മറ്റ് ക്രൂ മെമ്പേഴ്സും മനസ്സിലാക്കിയിരുന്നു എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടിൽ പറയുന്നത്. ടേക്ക് ഓഫിനിടെ ചില പ്രധാനപ്പെട്ട തകരാറുകൾ ഉണ്ടായി എന്ന് മനസ്സിലാക്കിയിട്ടും മണിക്കൂറുകളോളം ഈ യാത്ര തുടർന്ന പൈലറ്റുമായി ബന്ധപ്പെട്ട നടപടി കൃത്യമാണോ എന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും മണിക്കൂറുകളോളം ഈ പൊട്ടിയ ടയറടക്കമുള്ള ലാൻഡിംഗ് ഗിയറിന്റെ തകരാറുമായി ബന്ധപ്പെട്ട നിരവധി കാരണങ്ങൾ ഇപ്പൊ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. എന്തായാലും ഈ ടയറുമായി ബന്ധപ്പെട്ടാണ് മണിക്കൂറുകളോളം ജിദ്ദയിൽ നിന്നും നെടുമ്പാശ്ശേരി വരെ വിമാനം എത്തിച്ചത് എന്നുള്ളത് ഭയപ്പെടുത്തുന്ന ഒരു വാർത്ത തന്നെയാണ്. ടയറിന് തകരാറുണ്ടെന്ന വിവരം ലാൻഡിങ്ങിന് വെറും 20 മിനിറ്റ് മുൻപ് മാത്രമാണ് യാത്രക്കാരെ അറിയിച്ചത്. ജിദ്ദ വിമാനത്താവളത്തിലെ റൺവേയിൽ ഉണ്ടായിരുന്ന എന്തോ ഒരു വസ്തുവിൽ തട്ടി ടയറിന് കേടുപാട് സംഭവിച്ചുവെന്ന് എയർ ഇന്ത്യ വക്താവ് അറിയിക്കുന്നുണ്ട്. വലതുവശത്തെ 2 ടയറുകളും പൊട്ടിയ നിലയിലായിരുന്നു. ലാൻഡിംഗ് ഗിയറിനും തകരാറ് സംഭവിച്ചിരുന്നു. ഇത്ര വലിയ തകരാറുണ്ടായിട്ടും വിമാനം ആകാശത്ത് തുടർന്നത് സുരക്ഷാ വീഴ്ചയാണോ എന്നുള്ള ഒരു ചോദ്യമാണ് ഇപ്പൊ പ്രധാനമായിട്ടും ഉയർന്നു നിൽക്കുന്നത്. ടയറിന് പ്രശ്നമുണ്ട്, ലാൻഡിംഗ് ഗിയറിന് തകരാറുണ്ടെന്ന് മനസ്സിലാക്കിയ സ്ഥിതിക്ക് കരിപ്പൂരിലേക്ക് വിമാനം കൊണ്ടുവരിക, അടിയന്തര ലാൻഡിംഗ് നടത്തുക, അത് സേഫ്റ്റി അല്ല എന്ന് മനസ്സിലാക്കിയ പൈലറ്റ് നേരെ നെടുമ്പാശ്ശേരിയിലേക്ക് വിമാനം കൊണ്ടുവരാനുള്ള ഒരു തീരുമാനമാണ് എടുത്തത്. നെടുമ്പാശ്ശേരിയിൽ കൃത്യമായി വിവരം ലഭിച്ചു. രാവിലെ 7 മണിക്ക് തന്നെ അവർക്ക് വിവരം ലഭിച്ചു. ഗ്രൗണ്ട് സ്റ്റാഫുകളെല്ലാം ഒരു അടിയന്തര സാഹചര്യം നേരിടാനുള്ള എല്ലാ സംവിധാനങ്ങളും പൂർത്തിയാക്കി. അപ്പോഴും മനസ്സിലാക്കേണ്ടത് ഈ വിമാനത്തിൽ വരുന്ന ആളുകളെ കാത്ത് പുറത്തവരുടെ ബന്ധുക്കളടക്കമുള്ളവർ കാത്തു നിൽക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനൊരു അടിയന്തര സാഹചര്യം ഉണ്ടെന്ന കാര്യം ബന്ധുക്കളെ ഒന്നും അറിയിക്കാതെ തന്നെ എമർജൻസി ലാൻഡിങ്ങിനായി ഗ്രൗണ്ട് സ്റ്റാഫുകളും സംവിധാനങ്ങളും തയ്യാറാവുന്ന ഒരു സംവിധാനമാണ് ഉണ്ടായത്. എന്തായാലും അടിയന്തര പ്രതിസന്ധി സാഹചര്യങ്ങളെ മറികടന്ന് രാവിലെ 9:07 വിമാനം സുരക്ഷിതമായി നെടുമ്പാശ്ശേരിയിൽ ലാൻഡ് ചെയ്തു. സംഭവത്തെക്കുറിച്ച് ഇനി DGCAയുടെ അന്വേഷണമൊക്കെ വരുന്നുണ്ട്. പൈലറ്റുമായി ബന്ധപ്പെട്ട് എന്താണ് അവിടെ സംഭവിച്ചത് എന്ന കാര്യത്തെക്കുറിച്ചടക്കം അന്വേഷണം വരുന്നുണ്ട്. യാത്രക്കാരെ സുരക്ഷിതമായി കരിപ്പൂരിലേക്ക് എത്തിക്കാനുള്ള നടപടികളെല്ലാം എയർ ഇന്ത്യ വിമാനം സ്വീകരിച്ചു. എന്തായാലും അപകടം തലനാരിഴയ്ക്ക് ഒഴിവായി എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യം.